ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ Q&A നോക്കി വരുമായിരുന്നു അല്ലേ. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പുതിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, ഇതാ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, അറ്റോമിക മാസ് മെന്റലീവ് ആണെങ്കിൽ അറ്റോമിക വ്യാപ്തം താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ ലാവോസിയർ, ഓപ്ഷൻ ബി ലോത്തർമിയർ, ദെൻ ഓപ്ഷൻ സി ഹെൻറി മോസ്ലി, ഓപ്ഷൻ ഡി ജോൺ ന്യൂലാൻഡ്സ്. ആരായിരിക്കും? അപ്പൊ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെന്റലീവ് ആണെങ്കിൽ അറ്റോമിക് വോളിയം അല്ലെങ്കിൽ അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? യെസ്, ഒരു കൺഫ്യൂഷനും കൂടാതെ നിങ്ങൾ പഠിച്ചേക്കണം, അദ്ദേഹത്തിന്റെ പേരാണ് ലോത്തർമെയർ അല്ലെ. ആരാണ്? ലോത്തർമെയർ ആണെന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് മൂലകങ്ങളുടെ വർഗീകരണം, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് കേട്ടോ. മൂലകങ്ങളുടെ വർഗീകരണം നമ്മുടെ സിലബസിന്റെ ഭാഗം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് വസ്തുതകളൊന്ന് നോക്കിയാലോ. നോക്കൂ, മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച വ്യക്തി ആരാണെന്ന് നമുക്കറിയാം, ലാവോസിയർ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു അല്ലെ. എങ്ങനെയായിരുന്നു? യെസ്, ലോഹങ്ങളും അതുപോലെ തന്നെ അലോഹങ്ങളും. എന്നാൽ ഒരു 7-8 മൂലകങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് ആയിരുന്നു. ആ 2 കൂട്ടരുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾക്ക് ഒരു സ്ഥാനം നൽകാൻ നമ്മുടെ ലാവോസിയറിന് കഴിയാതെ പോയി. അതുകൊണ്ട് ആ വർഗീകരണം ഫെയിലായി. എന്നാലും മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ലാവോസിയർ ആണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ വർഗീകരണം, അവിടെ ഉപലോഹങ്ങൾക്ക് സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. രണ്ടാമതായിട്ട് വന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൊബ്രീനർ ആണല്ലേ. ഞാൻ വളരെ ചുരുക്കി എഴുതുന്നുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളെയെല്ലാം അറ്റോമിക വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 വീതം മൂലകങ്ങളെ അദ്ദേഹം ഒരു സെറ്റാക്കി. ഫോർ എക്സാമ്പിൾ XYZ. മധ്യത്തിലിരിക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക ഭാരം മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക ഭാരങ്ങളുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റ് ആ കൊണ്ടുവന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങളെ ഓരോ സെറ്റ് ആക്കി അദ്ദേഹം അറേഞ്ച് ചെയ്തു. അങ്ങനെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സെറ്റാണ്. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സെറ്റാണ്. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇദ്ദേഹം ഉണ്ടാക്കിയ സെറ്റാ അല്ലേ. 3 വീതം വരുന്നത് കൊണ്ട് ഈ സെറ്റുകളൊക്കെ എന്ത് പേരിൽ അറിയപ്പെട്ടോ? ട്രയാഡുകൾ അതല്ലെങ്കിൽ ത്രികങ്ങൾ എന്നറിയപ്പെട്ടോ. അദ്ദേഹത്തിന്റെ ഈ വർഗീകരണ നിയമം ത്രിക നിയമം എന്ന പേരിലും അറിയപ്പെട്ടു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി മൂന്നാമതായിട്ട് വന്ന വ്യക്തി നമ്മൾ പഠിക്കുന്നത് ആരെയാണ്? യെസ്, ജോൺ ന്യൂലാൻഡ്സിനെയാണ് അല്ലേ. ജോൺ ന്യൂലാൻഡ്സ് എന്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു? അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക ഭാരം. അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് അങ്ങനെ വർഗീകരിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് ഓരോ 8ാമത് വരുന്ന മൂലകവും ആദ്യത്തെ മൂലകത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെ കാണിക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ 8ാമത്തേത് ആദ്യത്തേതിന്റെ അതേ ഗുണങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന കണ്ടീഷൻ കണ്ട് ഈ വർഗീകരണത്തിന് അദ്ദേഹം നൽകിയ പേരാണ് അഷ്ടക നിയമം. അഷ്ടക നിയമം എങ്ങനെ അറിയപ്പെടുന്നു? ലോ ഓഫ് ഒക്ടേവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലേ. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ് നാലാമതായിട്ട് നമുക്ക് പഠിക്കേണ്ട പോയിന്റ്, നാലാമതായിട്ട് പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താന്ന് ചോദിക്കാം. 4ാമത്തെ വ്യക്തി ആരാണ്? യെസ്, ലോത്തർമെയറിലേക്ക് തന്നെ പോകാം. ലോത്തർമെയർ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളുടെയും രാസഭൗതിക ഗുണങ്ങൾ, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്നിട്ട് അദ്ദേഹം ഗ്രാഫ് വരച്ചു അല്ലേ. അറ്റോമിക വ്യാപ്തവും അറ്റോമിക് വെയിറ്റും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോ ക്രമമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഗുണങ്ങൾ അദ്ദേഹത്തിന് ഗ്രാഫിക്കലി കിട്ടി, അല്ലെങ്കിൽ ഗ്രാഫിൽ ആ പാറ്റേൺ അദ്ദേഹം കണ്ടു. അങ്ങനെ ഗ്രാഫിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരെന്ന് ചോദിച്ചാലും, ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര് എന്ന് ചോദിച്ചാലും, അതിനകത്ത് എടുത്ത് അറ്റോമിക വ്യാപ്തം അല്ലെങ്കിൽ അറ്റോമിക വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരെന്ന് ചോദിച്ചാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എന്താണ്? ലോത്തർമെയർ തന്നെയാണ്. 5ാമതായിട്ട് വന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദിമിത്രി ഇവാനിയോവിച്ച് മെന്റലേവ് ആണല്ലേ. ഇദ്ദേഹവും മൂലകങ്ങളെ എങ്ങനെ തന്നെയാണ്? അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്.
പക്ഷേ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ കുത്തനെയുള്ള കോളങ്ങൾ അതായത് ഗ്രൂപ്പുകളായിട്ടും വിലങ്ങനെയുള്ള നിരകൾ അതായത് പിരീഡുകൾ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിരീഡ് അല്ലായിരുന്നു, സീരീസ് എന്നായിരുന്നു അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അല്ലെ. സീരീസുകളായിട്ടും എന്ത് ചെയ്തിരുന്നു, വർഗീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ടൊരു പട്ടിക അല്ലെങ്കിൽ ടേബിൾ ഫോമില് മൂലകങ്ങളെ വർഗീകരിച്ച വ്യക്തി ആരാണ്, മെൻഡലേവ് ആണ്. അതുകൊണ്ടാണ് ക്രമാവർത്തന പട്ടിക, ക്രമമായി ആവർത്തിക്കപ്പെടുന്ന ഗുണങ്ങളുള്ള മൂലകങ്ങളുടെ പട്ടിക, ക്രമാവർത്തന പട്ടിക ഉണ്ടാക്കിയത്, ക്രമാവർത്തന പട്ടികയുടെ പിതാവ്, പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന അംഗീകാരം ആർക്ക് പോയത്, മെൻഡലേവിന് പോയത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചപ്പോ ആ മൂലകങ്ങൾ അവയുടെ ഗുണങ്ങളിൽ ക്രമമായ ഇടവേളകളിൽ സമാനത കാണിക്കുന്നതായി കണ്ടെത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വർഗീകരണം ക്രമാവർത്തന നിയമം അതല്ലെങ്കിൽ പീരിയോഡിക് ലോ എന്നും അറിയപ്പെട്ടു. അപ്പൊ ക്രമാവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ക്രമാവർത്തന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും അത് മെൻഡലേവ് ആണെന്ന് പഠിച്ചേക്കണം, തെറ്റിക്കരുത്. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലാവൂസിയർ ആണെങ്കിൽ മൂലകങ്ങളെ ആദ്യമായി കുത്തനെയുള്ള കോളങ്ങൾ, വിലങ്ങനെയുള്ള നിരകൾ, അങ്ങനെ ഒരു ടേബിൾ ആയിട്ട് ഒരു പട്ടികാ രൂപത്തിൽ വളരെ വിശദമായ വർഗീകരണത്തിന് വിധേയമാക്കിയത് ആരാ എന്ന് ചോദിക്കും, അത് മെൻഡലേവ് ആണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി മെൻഡലേവിന്റെ പ്രഡിക്ഷൻസ് അറിയാമായിരിക്കും. എക്കാ അലുമിനിയം എന്ന പേരിട്ട് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത മൂലകം പിൽക്കാലത്ത് കണ്ടെത്തി, അത് ഗാലിയമാണ്. എക്കാ സിലിക്കൺ എന്ന പേരിട്ട് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത മൂലകം പിൽക്കാലത്ത് കണ്ടെത്തി, അത് ജർമേനിയമാണ്. അപ്പൊ ഗാലിയവും ജർമേനിയവും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം. ഓക്കെ. ഇനി ആറാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വ്യക്തിയാണ് ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി മെൻഡലേവ് എന്താണോ ചെയ്തത് അതേ കോൺസെപ്റ്റ്, അതേ ടേബിൾ തന്നെയാണ് ഫോളോ ചെയ്തത്. ബട്ട് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് വെയിറ്റ്, അറ്റോമിക് മാസ് എന്നൊരു കോൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിക്കുമ്പോൾ മൂലകങ്ങൾ അവയുടെ ഗുണങ്ങളിൽ ക്രമമായ ഇടവേളകളിൽ സമാനത പാലിക്കുന്നതായിട്ട് ആര് കണ്ടെത്തി, ഹെൻറി മോസ്ലി കണ്ടെത്തി. അങ്ങനെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഹെൻറി മോസ്ലിയുടെ ക്രമാവർത്തന പട്ടിക ആധുനിക ക്രമാവർത്തന പട്ടിക എന്നും അദ്ദേഹത്തിന്റെ ക്രമാവർത്തന നിയമം ആധുനിക ക്രമാവർത്തന നിയമം എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നു. ഒന്നുമില്ല, മെൻഡലേവ് ചെയ്തതിൽ നിന്നും എന്താ വ്യത്യാസം, അവിടെ അറ്റോമിക് മാസെങ്കിൽ ഇവിടെ അറ്റോമിക് നമ്പർ, അവിടെ പീരിയോഡിക് ടേബിൾ പീരിയോഡിക് ലോ, ക്രമാവർത്തന പട്ടിക ക്രമാവർത്തന നിയമമാണെങ്കിൽ ഇവിടെ മോഡേൺ പീരിയോഡിക് ടേബിൾ മോഡേൺ പീരിയോഡിക് ലോ, ആധുനിക ക്രമാവർത്തന പട്ടിക ആധുനിക ക്രമാവർത്തന നിയമം, ഒരു മോഡേൺ ടച്ചും കൂടി കൊണ്ടുവന്നു അല്ലേ. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളില് 18 ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ 7 പിരീഡുകളുണ്ട്. 18 ഗ്രൂപ്പിലും 7 പിരീഡിലുമായിട്ട് 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ തുടങ്ങി അറ്റോമിക് നമ്പർ 118 ഒഗനസോൺ വരെയുള്ള മൂലകങ്ങളെ ആധുനിക ക്രമാവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും വ്യക്തികളെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇതിലും കൂടുതൽ വ്യക്തികളുണ്ട്, ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 6 വ്യക്തികളും അവരുടെ വർഗീകരണ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും ക്ലിയർ ആക്കിയേക്കുക. അടുത്തൊരു ചോദ്യമാണ്, ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏത്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ബെറിലിയം. ഏതാ ഉത്തരം? നിങ്ങൾ ഉത്തരം നമ്പർ ഇട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടെ കുറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വസ്തുതകൾ നമ്മളിപ്പോ ക്ലിയർ ആക്കും. നോക്കൂ, ഇവിടെ ഞാനൊന്ന് തിരുത്തി തരാം. ഏറ്റവും ലഘുവായ ലോഹം എന്നാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം, ലിഥിയം. എന്നാൽ ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം എന്ന ക്വസ്റ്റ്യൻ വരുമ്പോ അതേതാണെന്നറിയോ? ബെറിലിയമാണ്. അതുപോലെ ഏറ്റവും ചെറിയ ആറ്റം, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ ആറ്റം, സൈസിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ചോദിച്ചാൽ അത് ഹീലിയമാണ് കേട്ടോ. എന്നാൽ ഏറ്റവും ലഘുവായ ആറ്റം എന്ന് ചോദിച്ചാലോ അത് ഹൈഡ്രജൻ ആണെന്ന് പഠിക്കുക. ഈ 4 വസ്തുതകളും ഒരിക്കലും മാറിപ്പോവരുത്. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞാൽ ഉത്തരം കിട്ടി. ഏതാണ്? അത് ബെറിലിയം ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആക്ച്വലി ഡി ആണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, 1ന്റെ ഉത്തരം ബി ആണ്, ലോതർമെയർ ആണ്.
രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? യെസ്, അത് ഡി ആണ്, ബെറിലിയം ആണ്. കണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ലഘുവായ ആറ്റം എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ആറ്റം ഏത് എന്ന് ചോദിച്ചാൽ ഹീലിയം. ഇനി അടുത്തത്, ഏറ്റവും ഭാരം കുറഞ്ഞ ആറ്റം ഏതാ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ഹൈഡ്രജൻ. ലഘുവായത്, ഭാരം കുറഞ്ഞത്, ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി ഏറ്റവും ലഘുവായ ലോഹം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ ഹൈഡ്രജൻ എഴുതരുത്, ഹൈഡ്രജൻ ലോഹമല്ല. ലോഹം ചോദിക്കുമ്പോൾ ലിഥിയമാണ്. എന്നാൽ ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാലോ? യെസ്, അതിന്റെ ഉത്തരം ബെറിലിയം ആണെന്ന് നമ്മൾ പഠിക്കണം, മാറിപ്പോവരുതേ. അപ്പൊ ലഘുവായ ആറ്റം ഹൈഡ്രജൻ, ഏറ്റവും ഭാരം കുറഞ്ഞ ആറ്റം ഹൈഡ്രജൻ. ഇനി ഏറ്റവും ചെറിയ ആറ്റം വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഹീലിയം. ലഘുവായ ലോഹമാണെങ്കിൽ ലിഥിയം. എന്നാൽ ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാലോ? ബെറിലിയം. ഈ വസ്തുതകൾ മാറിപ്പോവാതെ പഠിച്ചേക്കണം. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യുന്ന വേറെയും വസ്തുതകളുണ്ട്. ആദ്യം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഈ 5 പോയിന്റ്സ് ഒന്ന് ക്ലിയർ ആക്കിയേക്കുക. ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന പദാർത്ഥം, നമ്മുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹൈഡ്രജനും ഓക്സിജനും. അതിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യമാണേ, നോക്കൂ, സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന പദാർത്ഥം പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? യെസ്, പഠിച്ചു വെച്ചേക്കണം. അതിന്റെ ഉത്തരം എന്താണ്? അത് പ്രോട്ടിയം ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്. ഇത് മാറിപ്പോവാതിരിക്കാൻ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ നമ്മൾ 1H1, 1H2, 1H3 എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ലേ? ഹൈഡ്രജന്റെ ഫസ്റ്റ് ഐസോടോപ്പിന്റെ പേരാണ് പ്രോട്ടിയം. രണ്ടാമത്തെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോടോപ്പാണ് ട്രിഷ്യം. ഓക്കെ, ഇനി ഓർക്കേണ്ട കാര്യം, നമുക്കേ ഈ 3 കേസിലെയും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എഴുതിയാലോ? യെസ്, പ്രോട്ടിയത്തില് ഇലക്ട്രോൺ 1 ആണ്, അത് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം തുല്യമായിരിക്കുമല്ലോ, സോ പ്രോട്ടോണും 1 തന്നെയാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മേളിൽ കിടക്കുന്ന മാസ് നമ്പർ മൈനസ് താഴെ കിടക്കുന്ന അറ്റോമിക് നമ്പർ 1 - 1 0. അതുപോലെ ഡ്യൂട്ടീരിയത്തിലേക്ക് വരുമ്പോഴോ അവിടെയും ഒരു ഇലക്ട്രോൺ തന്നെയാണ്. അതുപോലെ പ്രോട്ടോൺ 1 തന്നെയാണ്. ബട്ട് ന്യൂട്രോൺ ആണെങ്കിൽ 2 - 1 ചെയ്യുമ്പോൾ എത്രയാ? 1. ട്രിഷ്യത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്, പ്രോട്ടോണുകളുടെ എണ്ണവും 1 തന്നെയാണ്. ന്യൂട്രോണുകളുടെ എണ്ണം 3 - 1 ചെയ്യുമ്പോൾ ഉത്തരം എന്താണ്? 2. ഓക്കെ, അപ്പോ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ആവേശത്തിന്റെ പുറത്ത് നേരെ കയറി പ്രോട്ടിയം എന്ന് പറയും. പക്ഷെ ഐസോടോപ്പുകൾ എന്ന് വെച്ചാൽ എന്താ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും അല്ലേ? ഇവിടെ പ്രോട്ടിയം ആയിക്കോട്ടെ, ഡ്യൂട്ടീരിയം ആയിക്കോട്ടെ, ട്രിഷ്യം ആയിക്കോട്ടെ, 3 പേർക്കും ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഐസോടോപ്പ് ഏതാ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, 3 നമുക്ക് പറയാം. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് ജനറലി. എന്നാൽ അതിലെ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാ എന്ന് ചോദിക്കും. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാ? പ്രോട്ടിയം ആണ്. കണ്ടോ, ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. കണ്ടോ, 2 ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ട്രിഷ്യം. ഇത് സ്ഥിരം 10th ലെവലിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ പഠിച്ചേക്കണം. ഇതിനകത്തുനിന്ന് ഒരെണ്ണം കിട്ടും. ഇനി നമ്മൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണെന്ന് പഠിക്കാറില്ലേ? ഹൈഡ്രജന്റെ ഏത് ഐസോടോപ്പ് ആണ്? നമ്മുടെ പ്രപഞ്ചത്തിന്റെ 93% കാണപ്പെടുന്നത് ഹൈഡ്രജന്റെ പ്രോട്ടിയം എന്നറിയപ്പെടുന്ന ഐസോടോപ്പ് ആണ്. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാധാരണ ഹൈഡ്രജൻ, അതല്ലെങ്കിൽ ഓർഡിനറി ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നറിയോ? ഘന ഹൈഡ്രജൻ, അതല്ലെങ്കിൽ ഹെവി ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോടോപ്പ് ട്രിഷ്യത്തിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന പേരിട്ട് എന്ത് ചെയ്യാറുണ്ട്? വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ വിളിക്കാറുണ്ട്. അപ്പൊ സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയം, ഘന ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹെവി ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം, റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന പേരിൽ അറിയപ്പെടുന്നതോ ട്രിഷ്യം. ഇത് നിങ്ങൾ മാറിപ്പോവാതെ പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ അല്ലേ?
ഒരു പോയിന്റും കൂടി പറഞ്ഞു തരാം. ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോട്ടോപ്പിനെ ഘന ഹൈഡ്രജൻ എന്ന് നമ്മൾ വിളിക്കുമ്പോ ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പില്ലേ, ഇതേ നോക്കൂ, രണ്ടാമത്തെ ഐസോട്ടോപ്പ് അതായത് 1H2 ഡ്യൂട്ടീരിയത്തിനെ ഘന ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹെവി ഹൈഡ്രജൻ എന്ന പേരിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പ് അതായത് ട്രിഷ്യത്തിനെ നമുക്ക് റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ എന്നൊരു പേര് അവനുണ്ട് എന്നുള്ള വസ്തുത നമുക്കറിയാം. അതുകൂടാതെ മറ്റൊരു പേരിട്ട് വിളിക്കാം, അതിഘന ഹൈഡ്രജൻ, ഇംഗ്ലീഷില് സൂപ്പർ ഹെവി ഹൈഡ്രജൻ. കണ്ടോ? അപ്പോ ഘനം എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് 2 ഡ്യൂട്ടീരിയമാണ്. അതിഘനം സൂപ്പർ ഹെവി എന്നൊരു പ്രയോഗം കൂടി വരികയാണെങ്കിൽ ട്രിഷ്യം, അത് ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പ് ട്രിഷ്യം, അത് തന്നെയാണ് റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. നിങ്ങൾ പഠിച്ചേക്കണം കേട്ടോ. ചോദ്യം നമ്പർ 4, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമോ? ഓപ്ഷൻസ് ഉണ്ട്, ടാർട്രസിൻ, എറിത്രോസിൻ, അലൈൽ ഹെക്സനോയേറ്റ്, ഇവയെല്ലാം. ഒരു കൺഫ്യൂഷനും വേണ്ട. മഞ്ഞ നിറം മഞ്ഞ കൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്, അത് ടാർട്രസിൻ ആണ്. അപ്പോൾ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. നിത്യജീവിതത്തിലെ രസതന്ത്രം സിലബസിലുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതാ നോക്കൂ, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം കിട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരാണ് ടാർട്രസിൻ. കാണുന്നുണ്ടോ? എന്നാൽ ചുവന്ന നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവസ്തു ഏതാ എന്ന് ചോദിക്കാം. അതാണ് എറിത്രോസിൻ. എറിത്രോസൈറ്റുകൾ ചുവന്ന രക്താണുക്കൾ, അരുണ രക്താണുക്കൾ അല്ലേ? അപ്പൊ ചുവന്ന നിറം എറിത്രോസിൻ. ഇനി ശീതള പാനീയങ്ങൾക്കൊക്കെ പുളിരുചി കിട്ടാൻ വേണ്ടിയിട്ടേ, നമ്മുടെ കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സിന് പുളിരുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ആസിഡ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. കൃത്രിമ പാനീയങ്ങൾക്ക്, ശീതള പാനീയങ്ങൾക്ക് പുളിരുചി കിട്ടാൻ. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് വാനില ഐസ്ക്രീം എന്ത് ടേസ്റ്റ്, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വാനിലിൻ. പൈനാപ്പിളിന്റെ ഒക്കെ സുഗന്ധം കിട്ടാൻ വേണ്ടി പല എസ്റ്റേഴ്സും നമുക്ക് ചേർക്കാം. അങ്ങനെ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് പൈനാപ്പിളിന്റെ ആ ഒരു ഗന്ധം അല്ലെങ്കിൽ സുഗന്ധം കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന പദാർത്ഥമാണ് അലൈൽ ഹെക്സനോയേറ്റ്. അപ്പൊ മാറിപ്പോവരുതേ. ഭക്ഷ്യപദാർത്ഥങ്ങളുടെ മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് ടാർട്രസിൻ, ഇതൊക്കെ കെമിക്കൽസാ. ചുവന്ന നിറത്തിന് വേണ്ടിയിട്ട് എറിത്രോസിൻ, രുചി കൂട്ടാൻ വേണ്ടിയിട്ട് വാനിലിൻ, ശീതള പാനീയങ്ങൾക്ക് പുളിരുചി കിട്ടാൻ വേണ്ടിയിട്ട് ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഐറ്റത്തിലല്ലയോ ചേർക്കുന്നത്, അപ്പോൾ അത് കഴിക്കാൻ യോഗ്യമാണ്, അതുകൊണ്ടാണല്ലോ. പിന്നെ അവിടെ ഒരു ചോദ്യമില്ല, മിസ്സേ ഫോസ്ഫോറിക് ആസിഡ് നല്ലതാണോ? യെസ്, നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇതെല്ലാം കെമിക്കൽസ് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന പല പദാർത്ഥങ്ങളിലും ഉണ്ട്, അതാണ് വസ്തുത. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് പൈനാപ്പിളിന്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ടോ അലൈൽ ഹെക്സനോയേറ്റ്. അപ്പൊ ഇത്രയും പഠിച്ചിട്ട് പോകുമ്പോൾ ഇതല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട്, അതും കൂടി അങ്ങ് പഠിച്ചേക്കാം. ചുവന്ന നിറം കിട്ടാനായിട്ട് എറിത്രോസിൻ കൂടാതെ ചേർക്കുന്ന മറ്റൊരു പദാർത്ഥം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാർമോയിസിൻ. അതുപോലെ നീല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു രാസവസ്തുവാണ് ഇൻഡിഗോ കാർമൈൻ. കണ്ടോ? ജീവിതമേ രസതന്ത്രം. കെമിസ്ട്രി എന്ന് പറയുന്നത് തന്നെയാണ് ലൈഫ്, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? കെമിസ്ട്രി ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മണത്തിനും രുചിക്കും ഒക്കെ കളറിനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നതല്ലേ? കണ്ടോ? അപ്പോൾ ചുവപ്പ് ചോദിക്കുമ്പോൾ എറിത്രോസിനും കാർമോസിനും നിങ്ങൾ പഠിക്കുക, മഞ്ഞ ടാർട്രസിൻ പഠിക്കുക, നീല ചോദിക്കുമ്പോൾ നമുക്ക് ഇൻഡിഗോ കാർമൈൻ പഠിക്കാം. ഇതിലും കൂടുതൽ നിറങ്ങൾ വരുന്നുണ്ട്. ബട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അതൊരു 10th ലെവൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വസ്തുതകളാണ് ഈ തന്നത്. ഇനി ഈ പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരവും അതിന്റെ കണക്റ്റഡ് ഫാക്റ്റും മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ഒക്ടെയ്ൻ നമ്പർ എന്തിന്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ്? ഇവിടെ 3 ടേംസ് നമ്മൾ പഠിക്കണം. നോക്കൂ, സോപ്പിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന അതിലെ ഘടകം ഏതെന്ന് ചോദിച്ചാൽ TFM ആണല്ലേ, ടോട്ടൽ ഫാറ്റി മാറ്റർ. കാരണം സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിലുള്ള ആസിഡ് ഏതാണ്? യെസ്, സ്റ്റിയറിക് ആസിഡ് ആണ്. അതുപോലെ പാമോയിലുള്ള ആസിഡ് ഏതാണ്? പാമിറ്റിക് ആസിഡ് ആണ്. അതുപോലെ ഒലിവ് ഓയിലുള്ള ആസിഡ് ഏതാണ്? ഒലിയിക് ആസിഡ് ആണ്. ഇതെല്ലാം എന്താ? ഫാറ്റി ആസിഡുകളാണ്. അപ്പോ കൊഴുപ്പെണ്ണകളാണ് അല്ലേ?
ഈ ഫാറ്റി ആസിഡുകളുടെയൊക്കെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണങ്ങൾക്ക് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് സോപ്പ്. അപ്പോൾ TFM നമ്മൾ പറയാറുണ്ട് 76% അതിൽ കൂടുതലുമാണെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് സോപ്പ്, 70% അതിൽ കൂടുതലുമാണെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് സോപ്പുകൾ, 60% അതിൽ കൂടുതലുമാണെങ്കിൽ തേർഡ് ഗ്രേഡ് സോപ്പുകൾ. ഇങ്ങനെയാണ് നമ്മൾ ബ്രാൻഡഡ് സോപ്പുകളുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അല്ലേ, TFM അടിസ്ഥാനമാക്കിയിട്ടാ. അതുപോലെ ഈ പെട്രോളിയം എന്ന് പറയുന്ന പദാർത്ഥത്തിനെ അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്, ഒന്ന് പെട്രോൾ, രണ്ടാമത്തേത് ഡീസൽ. അതില് പെട്രോളിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ആ ടേമാണ് ഒക്ടെയ്ൻ നമ്പർ എന്ന പേരിലും ഡീസലിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഘടകം സീറ്റെയ്ൻ നമ്പർ എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഒക്ടെയ്ൻ നമ്പർ എന്തിന്റെ ഗുണം പറയുന്ന യൂണിറ്റ് ആണ്? യെസ്, അത് പെട്രോൾ ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണെന്ന് നിങ്ങൾ അങ്ങ് പഠിച്ചേക്കണം കണ്ടോ. സീറ്റെയ്ൻ നമ്പർ ചോദിച്ചാലോ അത് ഡീസൽ ആണെന്നും പഠിക്കുക. പെട്രോൾ ആണെങ്കിൽ ഒക്ടെയ്ൻ നമ്പർ, ഡീസൽ ആണെങ്കിൽ സീറ്റെയ്ൻ നമ്പർ, TFM ചോദിക്കുമ്പോൾ അത് സോപ്പാണ്. ഇത്രയും വസ്തുതകൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തേക്കുക, ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ലോ ക്വാളിറ്റി പെട്രോൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ എൻജിനിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ ശബ്ദം അറിയപ്പെടുന്ന പേരാണ് നോക്കിംഗ്. എന്താണ്? നോക്കിംഗ്. അപ്പൊ നോക്കിംഗ് എന്ന് പറയുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ പെട്രോളിൽ നമ്മൾ ആന്റി നോക്കിംഗ് ഏജന്റ്, അതായത് നോക്കിംഗ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെ തടയുന്ന ഒരു കെമിക്കൽ ചേർക്കും. LPGയിൽ നമ്മൾ ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കും എന്ന് പറയില്ലേ, മണം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചോർച്ചയുണ്ടെങ്കിൽ അറിയാൻ. അതുപോലെ പെട്രോളിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ, നോക്കിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ ഒഴിവാക്കാൻ, അതായത് ലോ ക്വാളിറ്റി ഇന്ധനം ഉപയോഗിക്കുന്നത് കാരണം വാഹനത്തിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ ശബ്ദം നോക്കിംഗ് തടയാൻ വേണ്ടി പെട്രോളിൽ ചേർക്കുന്ന ആന്റി നോക്കിംഗ് ഏജന്റ് ഏതാ എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിച്ചേക്കണം, അതിന്റെ പേരാണ് ടെട്രാ ഈഥൈൽ ലെഡ്. ജസ്റ്റ് പേരെന്ന് അറിഞ്ഞു വെച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. അതിനെ നമ്മൾ ചുരുക്കി TEL എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ടെട്രാ ഈഥൈൽ ലെഡ്, അതല്ലെങ്കിൽ TEL ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ 5 ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ടുകളും ഏറ്റവും എളുപ്പത്തിന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ബൈ.